നമസ്തേ, എല്ലാവർക്കും ഡൈനോസോഴ്സ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനും കൂടിയാണ് വന്നത്. അപ്പോൾ അതായത് ഡൈനോസോഴ്സ് റെസിപ്പി എന്നൊരു ചാനൽ ചൈനക്കാരുടെ ഒരു ചാനലും കൂടി വന്നിട്ടുണ്ട്. ഭയങ്കര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പേരൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഇനി തൊട്ടത് ദേവി കൃപാസ് റെസിപ്പീസ് ആയിരിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ വീടിന്റെ പേരാണ്. അപ്പോൾ അത് ദേവി കൃപാസ് റെസിപ്പീസ് എന്നായിരിക്കും ഇനി തൊട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബേസൻ ലഡു, അതായത് പൊട്ടുകടല വെച്ചിട്ട് ഒരു ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഇത് നിങ്ങളെ കാണിക്കുകയാണ്. പഞ്ചസാര വെച്ചിട്ടുണ്ട്, അതുപോലെ പൊട്ടുകടല വറുത്താണ് കേട്ടോ വെച്ചേക്കണേ. ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ടാണ് പൊട്ടുകടല വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പൊട്ടുകടല എടുത്തേക്കണത് ഈ ഒരു കപ്പിലാണ് പൊട്ടുകടല എടുത്തേക്കണത്. അപ്പോൾ അതിന് പ്രപ്പോർഷനായിട്ട് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അതല്ലെങ്കിൽ കൂട്ടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പഞ്ചസാര പൊടിച്ച് എടുക്കുക, എന്നിട്ട് പൊട്ടുകടലയും പൊടിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ കാഷ്യും കൂടി ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് ചൂടുണ്ട് അതിൽ. അപ്പോൾ ആ കാഷ്യും കൂടി അതിൽ കിടന്നിട്ട് ആ ഒരു പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടും. അതുപോലെ ചെയ്യണം. എന്നിട്ട് കാഷ്യും ഈ പൊട്ടുകടലയും കൂടിയും ഒന്ന് പൊടിച്ചെടുക്കണം. അത് കാഷ്യൂ ചേർക്കുന്നത് കുറച്ചും കൂടി സ്വാദിനാണ്. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടത് നെയ്യാണ്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, അതിനനുസരിച്ചിട്ട് വേണം നെയ്യ്. ഇത് ബോളാക്കി എടുക്കണം, ഉരുട്ടിയെടുക്കണം. ഈ പൊടിച്ച സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കണം. അപ്പം ഞാൻ പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പൊട്ടുകടലയും പഞ്ചസാരയും കാഷ്യൂവും കൂടി മിക്സ് ചെയ്ത് കണ്ടോ, അത് വറുത്തതാണ്. അപ്പോൾ പച്ചച്ചവ പോവും, അത് നിങ്ങൾ മറക്കരുത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിസ്മിസ് ചേർക്കാം. പക്ഷേ ഇവിടെ കിസ്മിസ് അതിൻ്റെ ഇടയിൽ കടിക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിസ്മിസ് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിൽ നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇത് ഉരുട്ടി എടുക്കാൻ. അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മിക്സിങ് കഴിഞ്ഞു. ഇനി നെയ്യ് എടുക്കുകയാണ്. നെയ്യ് ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്യണം. ഞാൻ ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് എത്ര വേണ്ടി വരും എന്നറിയില്ല, ചിലപ്പോൾ കുറച്ചും കൂടി വേണ്ടി വരും എന്തായാലും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഓർമ്മ വരിക. കാരണം ഞാനും ചേച്ചിയും ചേട്ടനും ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ അമ്മ ഇതെല്ലാം ഇങ്ങനെ വറുത്ത് പൊടിച്ച് ഇങ്ങനെ വെക്കും. അപ്പം അച്ഛനിത് ഉരുട്ടി ഇങ്ങനെ വെക്കും. അപ്പോൾ അത് മനസ്സിനൊത്തിരി അവരെ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ അച്ഛനെയും അമ്മയും 2 പേരും ഇല്ല. അപ്പോൾ ഞാനത് ഓർക്കുക. അച്ഛൻ ഇതിങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എടുത്ത് കഴിക്കും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അത് മനസ്സിന് ഭയങ്കര ഒരു വിഷമം മാത്രമല്ല, ഒരു അച്ഛനെയും അമ്മയും ഓർക്കണ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഓർക്കുകയാണ്. അവരില്ലിപ്പോൾ. അതുകൊണ്ട് അപ്പം ഇത് കയ്യിലൊക്കെ പിടിക്കും കേട്ടോ. അത് കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അത് കുഴപ്പമില്ല. ഇപ്പം പോരാട്ടോ, അതെ ഇങ്ങനെ പിടിച്ച് വരണം, എന്നാലേ ഇത് ഇരിക്കുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഉരുട്ടി വരണം. അപ്പം നെയ്യ് കുറച്ചും കൂടി ചേർക്കണം. അപ്പം ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് പോയി എടുത്തിട്ട് ഇന്ന് നെയ്യ് എടുത്തിട്ട് വരട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് ഉരുട്ടിയെടുക്കണ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഉരുട്ടിയിട്ടുള്ള ഈ ബേസൻ, അതായത് ബസറുണ്ടാന്നും പറയും, അത് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ നമുക്കൊരു 10-25 ബസറുണ്ട അല്ലെങ്കിൽ ബേസൻ ഉണ്ടാക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.